തിരുവമ്പാടിക്ക് വേണ്ടി വർഷങ്ങളായി ഇത്തരത്തിൽ വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നതും വെടിക്കെട്ട് നടത്തുന്നതും അവരാണ്. അവിടെയാണ് ഈ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നത്. ഒരു പാടമാണ്. ആ പാടത്തിന് നടുക്കാണെങ്കിലും തൊട്ടപ്പുറത്തെ മേഖലകളിലെ വീടുകളൊക്കെ ഉണ്ട്. നമ്മൾ ആ ദൂരദൃശ്യങ്ങളടക്കം നമുക്ക് ലഭിച്ചത് മെഡിക്കൽ കോളേജിന് മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്ത വിഷ്വൽസ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങളിലടക്കം വലിയ തോതിൽ പുക പടർന്ന് പിടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് അതാണ് ശ്രീജിത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൊട്ടിത്തെറിയുടെ ദൃശ്യങ്ങൾ, പുകപടലങ്ങൾ ആ പ്രദേശമാകെ വ്യാപിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ പൊട്ടിത്തെറി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്ന ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെയാണ് ഇപ്പോൾ വരുന്നത്. മുണ്ടത്തിക്കോട് എന്ന സ്ഥലത്ത് വെടിക്കെട്ട് പുരയിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നു. അത് തൃശൂർ പൂരത്തിനുള്ള വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്താണ്. ആ വെടിക്കെട്ട് പുരയിലാണ് സ്ഫോടനമുണ്ടായത്. 40 തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന വിവരം അത് പ്രാഥമികമായി നമുക്ക് ലഭിക്കുകയാണ്. നിലവിൽ 5 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നതാണ്. അവരുടെ പരുക്ക് ഗുരുതരമാണ്. നേരത്തെ നമ്മളോട് സംസാരിക്കുമ്പോൾ വടക്കാഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ പറയുന്നത് അത് ഒരു പക്ഷേ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ കൃത്യമായൊരു വിവരം അവർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ വലിയൊരു ആശങ്ക അവിടെയുണ്ട്. വലിയ സ്ഫോടനമാണ് നടന്നിട്ടുള്ളത്. ഇപ്പോഴും പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട് എന്ന് നേരത്തെ മിനി അരവിന്ദ് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട്. അവിടെ മുഴുവൻ പുകപടലം കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രദേശവാസികൾക്കൊക്കെ എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. സ്ഥിരമായി തന്നെ തിരുവമ്പാടി ദേവസ്വത്തിന് വേണ്ടി ഇവിടെയാണ് വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്നത്, പടക്കമുണ്ടാക്കുന്നതൊക്കെ ഇവിടെയാണ് എന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിലേക്ക് ലൈസൻസ് ഒക്കെ ഉള്ള ഇടം തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ എന്ത് സംഭവിച്ചു എന്നത് അറിയില്ല. 40 തൊഴിലാളികൾ ആകെ ഉണ്ടായിരുന്നു. അതിൽ കുറെ ആളുകളുടെ പരുക്ക് ഗുരുതരമാണ്. അവിടെ നിന്ന് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നതാണ്. സന്തോഷ് പ്രദേശവാസിയുണ്ട്. സന്തോഷ്